ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലെ സാങ്കേതിക തകരാർ കാരണമാണ് ദൗത്യം വീണ്ടും മാറ്റിയത്. അവസാനഘട്ട പരിശോധനകളിൽ റോക്കറ്റിൽ ദ്രവീകൃത ഓക്സിജൻ ചോർച്ച കണ്ടെത്തുകയായിരുന്നു. ഇത് 5ാം തവണയാണ് ദൗത്യം മാറ്റിവെക്കുന്നത്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. 4 പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ചരിത്രമുഹൂർത്തം ഇന്ന് നടക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ശുഭാൻശുവിന്റെ യാത്രയ്ക്ക് ഇനിയും കാത്തിരിക്കണം. അഞ്ചാം തവണയാണ് ആക്സിയം 4ന്റെ വിക്ഷേപണം മാറ്റിവെക്കുന്നത്. ആദ്യം മാർച്ച് 29-നും പിന്നീട് ജൂൺ 8-നും 10-നും ഏറ്റവും ഒടുവിൽ ഇന്നും സാങ്കേതിക കാരണങ്ങളും പ്രതികൂല കാലാവസ്ഥയും ചൂണ്ടിക്കാട്ടി ദൗത്യം നീട്ടുകയായിരുന്നു. എന്നാൽ ഫാൽക്കൺ 9 റോക്കറ്റിൽ ദ്രവീകൃത ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ദൗത്യം നീട്ടിയത്. ആക്സിയം 4 വിക്ഷേപണ ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ അടക്കം നേരത്തെ സംഘം പൂർത്തിയാക്കിയിരുന്നു. ഇവർ സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം വഹിക്കുന്ന ഫാൽക്കൺ 9 റോക്കറ്റും ലോഞ്ച് പാഡിലെത്തിയിരുന്നു. എന്നാൽ അവസാനഘട്ട തയ്യാറെടുപ്പുകളുടെ സമയത്തായിരുന്നു കാറ്റിന്റെ ഗതിയുൾപ്പെടെ വിലയിരുത്തി ദൗത്യം ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 5:30-ന് യാത്ര പുറപ്പെടാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകാനാണ് ശുഭാൻശു ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ISRO സംബന്ധിച്ച് വരുംകാല ബഹിരാകാശ പര്യവേഷണങ്ങളിൽ നിർണായകമാണ് ആക്സിയം 4 ദൗത്യം. 14 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ ISROയ്ക്ക് വേണ്ടി 7 പ്രധാന പരീക്ഷണങ്ങളാകും ശുഭാൻശു നിലയത്തിൽ നടത്തുക. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ഗഗൻയാന്റെ ഭാഗം കൂടിയാണ് വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു. ദൗത്യസംഘത്തിൽ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോ സുസ്നാൻസ്കി വിസ്നിയേവ്സ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപ്പു എന്നിവരാണ് ശുഭാൻശുവിനൊപ്പമുള്ളത്. ആക്സിയം 4 ദൗത്യം ലക്ഷ്യത്തിലെത്തിയാൽ ശുഭാൻശുവും ചരിത്രം കുറിക്കും. ഇതിനായി പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.